ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ദോശ വിത്ത് മുട്ട റോസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ മുട്ട വേവിക്കാൻ വെച്ചു. അതിനുശേഷം നമുക്ക് മുട്ട റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. തക്കാളി വേണം, പിന്നെ ഇവിടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് അരച്ചെടുത്തതാണ്, പിന്നെ മല്ലിയില, ഉള്ളി ആൻഡ് കറിവേപ്പില. ഇത്രയാണ് നമുക്ക് നമ്മുടെ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കും. അതിനുശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും കൂടെ ഉണ്ട പേസ്റ്റാണിത്. അത് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമ്മൾ കുറച്ച് നേരം വഴറ്റും. അത് നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മേളിൽ ഉള്ളി വേഗം വഴണ്ട് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കുറച്ച് സമയത്തേക്ക് അടച്ചു വെക്കും. ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ അടച്ചു വെക്കും. അടുത്തതായിട്ട് നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം. നമുക്ക് വേണ്ടത്ര ആട്ടപ്പൊടി എടുത്തു. അതിനകത്തേക്ക് വേണ്ട ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കും. ആക്ച്വലി ഒരു ടിപ്പ് പറയാം. ഇവിടെ നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കട്ട പോലെ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരേ രീതിയിൽ ചെയ്താൽ മതി. അതായത് ഒന്നില്ലെങ്കിൽ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ്, ഒരേ രീതിയിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ കട്ട പിടിക്കില്ല. ദാറ്റ്സ് ദ ടിപ്പ് ഫോർ യു ഗായ്സ്. അപ്പോഴേക്കും നമ്മുടെ ഉള്ളി ഇവിടെ വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി അത് അടച്ച് വെച്ച് കുറച്ച് നേരം കൂടി വഴറ്റാൻ വേണ്ടി വെക്കാം. അതിനുശേഷം വേണ്ടത്ര മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചിക്കൻ മസാലയോ ഗരം മസാലയോ എന്തെങ്കിലും ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് അത് ഒന്നുകൂടി വഴറ്റാൻ വേണ്ടി അടച്ച് വെക്കും. സോ നമ്മുടെ ഉള്ളി ഇവിടെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി നമ്മുടെ വേവിച്ച് വെച്ച മുട്ട ചേർക്കാം. ഞങ്ങളിവിടെ 3 പേരാണുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ 3 മുട്ട ഇവിടെ ഇടുന്നത്. സോ നമുക്ക് മുട്ടയും അതിൻ്റെ കൂടെ നമ്മൾ മുറിച്ച് വെച്ച മല്ലിയിലയും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് അപ്പോഴത്തേക്കും നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ദോശയിലേക്ക് കിടക്കാം.
യെസ് ഗായ്സ്, വി ആർ ഡൺ. നമ്മുടെ ദോശയും എഗ് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ ഒരു പാലൊഴിച്ച ചായയും. ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.